കെ കരുണാകരൻ ജീവിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് വിടുമായിരുന്നുവെന്നും കെ മുരളീധരനും മറ്റു പലരും BJPയിലേക്ക് വരുമെന്നും പത്മജ വേണുഗോപാൽ. സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു. പഴയ കോൺഗ്രസുകാരാണ് ഇപ്പോൾ BJPയിലുള്ളത്. അതുകൊണ്ട് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ 2ാം വട്ടം തോറ്റപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ടു പോകണമെന്ന് തീരുമാനിച്ചിരുന്നു. തോൽപ്പിച്ചതിന് പിന്നിൽ MP വിൻസെന്റ്, TN പ്രതാപൻ എന്നിവരാണ്. ഇവരെക്കാൾ വലിയ നേതാക്കളുണ്ട്. വല്ലാതെ ചൊറിഞ്ഞാൽ അവരുടെ പേര് പറയും. സുരേഷ് ഗോപിയല്ല തന്നെ തോൽപ്പിച്ചത്. DCC പ്രസിഡന്റ് 22.5 ലക്ഷം രൂപ വാങ്ങി. പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ വാഹനത്തിൽ പോലും കയറ്റിയില്ലെന്നും അവർ ആരോപിച്ചു. വടകരയിൽ നിന്നാൽ സുഖമായി ജയിക്കേണ്ട മുരളീധരനെ തൃശൂരിൽ കൊണ്ടുവന്നത് എന്തിനാണെന്നും പത്മജ ചോദിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും. കെ കരുണാകരന്റെ മക്കളോട് പകയാണ്. ചന്ദനക്കുറി തൊടുന്നതിന് കോൺഗ്രസുകാർ എതിർപ്പ് പറഞ്ഞു. കെ സുധാകരൻ മാത്രമാണ് ആത്മാർത്ഥമായി പെരുമാറിയത്. പാർട്ടി വിടാൻ മടിയില്ലാത്തയാളാണ് കെ മുരളീധരനെന്നും മുരളി മന്ദിരം തന്റെയും മുരളീധരന്റെയും പേരിലാണെന്നും പത്മജ പറഞ്ഞു. അനിയത്തി എന്ന പേരിലുള്ള ദൗർബല്യങ്ങളാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. തന്നെ BJPയിലെത്തിക്കാൻ മധ്യസ്ഥനായത് ലോക്നാഥ് ബെഹ്റയല്ലെന്നും പത്മജ പറഞ്ഞു. ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെളിവുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നും അവർ വെല്ലുവിളിച്ചു. പത്മജയെ BJPയിലെത്തിച്ചത് ഇപ്പോഴും പദവിയിലിരിക്കുന്ന റിട്ടയേർഡ് ആയ IPS ഉദ്യോഗസ്ഥനാണെന്നായിരുന്നു VD സതീശന്റെ ആരോപണം. പിണറായി വിജയന് വേണ്ടിയാണ് ബെഹ്റ ഇത് ചെയ്തതെന്നും സതീശൻ ആരോപിച്ചിരുന്നു. ലോക്നാഥ് ബെഹ്റയെയാണോ സതീശൻ ഉദ്ദേശിച്ചതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു മറുപടി. പത്മജ BJPയിൽ ചേർന്നതിൽ ഏറ്റവും ആഹ്ലാദം CPMനാണ്. പത്മജയുടെ കൂടെ അവരുടെ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ പോലും പോയിട്ടില്ലെന്നും VD സതീശൻ പരിഹസിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് BJPയിലെത്തിയ പത്മജ വേണുഗോപാൽ അറിയിച്ചു. മത്സരിക്കാൻ മാനസികമായി തയ്യാറല്ലെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെതിരെ തൃശൂരിൽ പ്രചാരണം നടത്തേണ്ടി വന്നാൽ തീർച്ചയായും വേദനയുണ്ടാകുമെന്നും പാർട്ടി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പത്മജ വ്യക്തമാക്കി.